എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടി വിയിൽ ന്യൂസ് കാണുവാണ്. രേവതിക്കുട്ടിയും ഗ്രേസിമയും മാമച്ചായനും കൂടി കണ്ടു കഴിയുമ്പം ആകെ വിഷമമാണ് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി പറയുക ആകെ സങ്കടമായി കാണും അലിനി ചേച്ചിക്ക് ഇത് കണ്ടപ്പം. എന്നാ ചെയ്യൂലേ പാവം എന്നിങ്ങനെ പറയുമ്പം ഗ്രേസിമ ചോദിക്കുന്നുണ്ട്, എന്തിനാ സങ്കടപ്പെടുന്നത്? അവൻ തെറ്റ് ചെയ്തതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അലീനയുടെ ആഗ്രഹം. ഒരു തവണ അവൾ മാപ്പ് കൊടുത്തതല്ലേ, എന്നിട്ടും അവൻ ഇത് തന്നെ ഒപ്പിച്ചു വെച്ചില്ല. അപ്പോൾ അവന് ശിക്ഷ കിട്ടണം എന്ന് ഗ്രേസിമ പറയുന്നു. എന്നാന്ന് പറഞ്ഞാലും രേവതിക്കുട്ടിക്കും വിഷമാട്ടോ. രേവതിക്കുട്ടി പറയുക, എന്തൊക്കെ പറഞ്ഞാലും അലീന ചേച്ചിയുടെ കൂടപ്പിറപ്പല്ലേ, ശകലെങ്കിലും സങ്കടം കാണാതിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മാമച്ചാൻ ചാനലൊക്കെ മാറ്റി ക്രിക്കറ്റിലേക്ക് കയറി പോയിട്ടോ. കുറച്ചു നേരം വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് രേവതിക്കുട്ടി. പിന്നെ കമലയെ കാണിക്കുന്നുണ്ട്. അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലെങ്കിലും ടി വി വെച്ച് നോക്കുമ്പം മക്കളുടെ അവസ്ഥ കാണുമ്പം ആകെ വിഷമമാണ്. കുറച്ചു നേരം സങ്കടപ്പെട്ട് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്ന കമലയും കാണിക്കുന്നുണ്ട്. പിന്നീട് കോടതിയാണ് കാണിക്കുന്നത്. കോടതിയിൽ ജഡ്ജി വന്നിരുന്നു. എല്ലാവരും ഇരുന്നതിന് ശേഷം കോടതി നടപടികൾ തുടങ്ങി. എല്ലാ പ്രതികളുടെയും പേര് വിളിച്ച് അവരെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുന്നു. അത് കഴിഞ്ഞ് കോടതി നടപടികൾ തുടങ്ങി കഴിയുമ്പം കസ്റ്റഡി അപേക്ഷ കൊടുക്കുവാണ് പ്രോസിക്യൂട്ടർ. അപ്പം ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസം നിങ്ങളുടെ കയ്യിലില്ലായിരുന്നോ? 2 ദിവസം, ഇനിയും കസ്റ്റഡിയിൽ വേണോ? അതെന്തിനാണ് എന്ന് ചോദിക്കുവാണ്. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, ഇവർ സമാനമായ കേസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം, ചില സൂചനകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് എന്ന് പറയും. അത് കഴിയുമ്പോൾ പ്രതിഭാഗം വക്കീൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവർ നിരപരാധികളാണ്, ഇവർ ഈ തെറ്റൊന്നും ചെയ്തതല്ല, മറ്റാരോ ചെയ്ത തെറ്റ് ഇവരുടെ തലയിൽ ആരോപിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുവാട്ടോ. ജാമ്യാപേക്ഷയിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാവും. ഏതായാലും ജഡ്ജി അതിന് പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് പ്രതികളോടായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അന്നേരം ഹരി പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഈ തെറ്റൊന്നും ചെയ്തതല്ല, ഞങ്ങൾ നിരപരാധികളാണെന്ന്. ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ കലങ്ങി ചുമന്ന് കലങ്ങി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് രോഹിത്. ഏതായാലും അതും കേൾക്കും. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പോലീസ് മർദ്ദിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഹരി പയ്യെ പോലീസുകാരുടെ മുഖത്തേക്ക് നോക്കുകയെ, ഇനിയും കസ്റ്റഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പരിപ്പെടുക്കുമല്ലോ, അതുകൊണ്ട് പേടിച്ചിട്ട് ഇല്ല, ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ സമയം രോഹിത്താണെങ്കിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തലകറങ്ങി താഴെ വീഴുമെന്ന് തോന്നും. ആ ഒരു അവസ്ഥയിലാണ് രോഹിത്ത് നിൽക്കുന്നത്. ഏതായാലും 30 ദിവസത്തേക്ക് 4 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിധി വരുന്നു. അത് കഴിഞ്ഞ് പോലീസുകാരോടായിട്ട് പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെങ്കിൽ കസ്റ്റഡി അപേക്ഷ വെച്ചാൽ മതി, ഏതായാലും ഇപ്പം 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പം ആകെ വിഷമവും സങ്കടമൊക്കെ ആവുന്നുണ്ട് 4 പേർക്കും. അതിലേറെ പേടി ഹരിക്ക് വരുന്നുണ്ട്. കാരണം ഇനി കസ്റ്റഡി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇടിച്ച് പരിപ്പെടുക്കുമല്ലോ എന്നോർത്തായിരിക്കും ആകെ വിഷമമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് കോടതി നടപടികൾ പൂർത്തിയാക്കി അവരെ വീണ്ടും കൊണ്ടുപോവുകയാണ് ജയിലിലോട്ട്. സബ് ജയിലിലോട്ടാണ് ഇനി പോകുന്നത്. എന്താണെങ്കിലും പിള്ളേരെ റിമാൻഡ് ചെയ്തല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ച് പുറത്ത് ശിവനും അതുപോലെ രാജീവനും നിൽപ്പുണ്ട്. അന്നേരം പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാട്ടോ. 30 ദിവസമെങ്കിൽ 30 ദിവസം ഇപ്പം നിലവിൽ സബ് ജയിലിലേക്കാണല്ലോ വിട്ടത്, ജാമ്യം കൊടുത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്കും വക്കീൽ വരുന്നുണ്ട്. വക്കീൽ പറയും, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സബ് ജയിലിലേക്ക് വിട്ടു, പിന്നെ വെറുതെ ഒന്നും അല്ലല്ലോ ഇത്, അവർ ചെയ്ത തെറ്റ് അത്ര ചെറുതൊന്നുമല്ല, നമ്മുടെ വീട്ടിലും പെൺമക്കളുള്ളതല്ലേ, അവർക്ക് ഇതുപോലെ ഒന്ന് സംഭവിച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശിവനും രാജീവനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ശിവൻ ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്ന്. നേരം വക്കീൽ പറയും, വേറെ ഒന്നും ചെയ്യേണ്ട, സബ് ജയിലിൽ പോയി അവിടുത്തെ വാർഡനെയും ജയിലറെയൊക്കെ ഒന്ന് കണ്ടേരെ, അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന പ്രതികളുടെ കയ്യിൽ നിന്ന് ഇവന്മാർക്കിട്ട് നല്ല ഒന്നാന്തരം തല്ല് കിട്ടും. അങ്ങനെ കൂട്ടുപ്രതികളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാതിരിക്കാൻ അവരെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് എന്ന് പറയും. പിന്നെ ആ വക്കീലിന് വേറെ കേസ് ഉണ്ടാവുകൊണ്ട് പോവുകയാണ്, ഇടയ്ക്ക് കാണാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലങ്ങ് പോകും. പോയി കഴിയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അയാൾക്ക് 100 കേസുണ്ട്, അതിലൊരു കേസ് മാത്രമാണ് ഇത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. ഏതായാലും സബ് ജയിലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ വണ്ടി കയറി ഇരിക്കുമ്പോഴാണ് അകത്തുനിന്ന് ഇവരെ പ്രതികളെ 4 പേരെയും കൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെയും അക്രമാസക്തരാകും. അവരങ്ങ് ചീത്ത വിളിയും ഒക്കെ തുടങ്ങുന്നുണ്ട്, അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ആ സമയം പോലീസുകാർ കയറി തടഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നുണ്ട്. അന്നേരം അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ തന്ത എന്തിനാടാ നിന്നെയൊക്കെ സൃഷ്ടിച്ചത്, നിൻ്റെ വീട്ടിലും പെമ്മക്കളില്ലേടാ, പെണ്ണുങ്ങളില്ലേടാ എന്നൊക്കെ ചോദിച്ച് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന ഹരി അവിടെ നിൽക്കുന്ന ഒരുത്തനെങ്കിൽ സൂക്ഷിച്ച് നോക്കുക. അന്നേരം അവൻ ചോദിക്കുക, എന്നാടാ ഞാൻ പറഞ്ഞത് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ, നീ എന്തിനെ തുറിച്ച് നോക്കുന്നേ,
നിൻ്റെ തന്ത നിന്നെ സൃഷ്ടിക്കുന്നേക്കാൾ ഭേദം വാഴ വയ്ക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല ചീത്ത പറയുന്നുണ്ട്. കഴിഞ്ഞ് അവരെ വണ്ടിയിലേക്ക് കയറ്റുന്നു. ഹരിക്ക് ഇപ്പോഴും മുഷ്കിന് കുറവൊന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷേ രോഹിത് തളർന്നു. അവനെക്കൊണ്ട് വയ്യ. അവൻ്റെ കണ്ണ് അപ്പോഴും മുകളിലേക്കൊന്നുമില്ല. ആൾക്കാരെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ചുമന്ന് കലങ്ങി സങ്കടപ്പെട്ടാണ് രോഹിത് വണ്ടി കയറിയിരിക്കുന്നത്. വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പം ചുറ്റും ആൾക്കാർ അവർ പറയുന്നുണ്ട്, നീയൊക്കെ പാലയിലേക്ക് വന്നേരെ, പാലയെ കാല് കുത്താൻ നിന്നെയൊന്നും അനുവദിക്കില്ല, ഇവിടുന്ന് രക്ഷപ്പെട്ടാലും പാലയിൽ ജീവിക്കാൻ നിന്നെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചീത്ത പറയുന്നുണ്ട്. ഏതായാലും ആൾക്കാരെ എല്ലാം വകഞ്ഞ് മാറ്റി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പം പുറത്ത് വണ്ടി കാറിലിരിക്കുന്ന ശിവനെയും രാജീവിനെയും കാണുന്നുണ്ട് കേട്ടോ അവർ. അന്നേരം ഭയങ്കര സങ്കടം വരുന്നുണ്ട് അവർക്ക്. അതുപോലെ ഇവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ശിവനും ആകെ സങ്കടം. അന്നേരം രാജീവ് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സബ് ജയിലിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ സബ് ജയിലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനെയും സുലോചനയാണ്. അവർ നെടുമ്പുരിക്കിലേക്ക് വരുവാണ്. അവിടെ വീട്ടിലോട്ട് ആരും വരാനും പോകാനൊന്നും ഇല്ലല്ലോ, 3 പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർ വരുന്നുണ്ട്. വന്ന് ഗേറ്റൊക്കെ തുറന്ന് ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോഴാണ് ഗോവർദ്ധൻ അവിടെ ഗ്ലാസ്സൊക്കെ പൊട്ടിയതൊക്കെ കാണുന്നത്. അവർ കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാണ് അലീന വന്ന് ജനലിക്കടെ നോക്കുന്നത്. ഇവരാണെന്നറിയുമ്പം പേടിയൊക്കെ ഒന്ന് മാറി വാതിൽ തുറക്കും. അങ്ങനെ അവർ അകത്തോട്ട് കയറി വരാൻ പറയുന്നു. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അലീന ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനോട്, കോടതിയിൽ പോയായിരുന്നോ എന്ന്. പോയായിരുന്നു, ഇപ്പോൾ പോയിട്ട് വരുന്ന വഴിയാണ്. അവർക്ക് ജാമ്യം കിട്ടിയില്ല, 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആകെ വിഷമമാണ്. അത് കഴിയുമ്പോൾ അച്ഛനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഏട്ടൻ്റെ അടുത്തേക്ക് പോകണം, ഞാൻ ഇവിടെ വരെ വന്നിട്ട് പോകാമെന്ന് ഓർത്ത് വന്നതാണ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചത് ആരാണ് എന്ന്. അന്നേരം അലീന പറയും, കുറേ ആൾക്കാർ ഇങ്ങോട്ട് ബഹളം വെച്ച് വന്നായിരുന്നു, അതിൽ ആരോ കല്ലെടുത്ത് എറിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരമാണ് സുലോചന ശ്രദ്ധിക്കുന്നത്, ആകെ വിഷമിച്ച് ഇങ്ങനെ കോലം കെട്ടി നിൽക്കുന്ന കൃഷ്ണമോളെ. എന്നിട്ട് ഇവളങ്ങ് ആകെ കോലം കിട്ടുപോയല്ലോ. മോളെ, നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ നമ്മൾ നേരിട്ടേ മതിയാകൂ, മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ആകെ വിഷമത്തോടെ കൃഷ്ണമോള് തിരിച്ചു ചോദിക്കുക, എനിക്കിനി സ്കൂളിലൊന്നും പോകാൻ പറ്റൂല അല്ലേ എന്ന്. പാവം. ഏതായാലും അത് കേൾക്കുമ്പോൾ സുലോചന പറയും, അങ്ങനെ വിചാരിക്കരുത്, സ്കൂളിൽ പോകണം, 2-3 ദിവസത്തേക്ക് കളിയാക്കലും കൂവലും ഒക്കെ ഉണ്ടാകും, അതിനെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകണം, കുറേ ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും, അങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ബബിത എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതാ റൂമിൽ കാണും, അവൾ ഈ ലോകത്തൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നു. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, നിങ്ങളിവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലേ, ഒന്നും കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ ആളില്ല, അതാ ഇപ്പോൾ പ്രശ്നമെന്ന് പറയുക. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എല്ലാം ശരിയാകുമെന്ന്. അത് കഴിഞ്ഞ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചായ ഒന്നും വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്ത് എത്തിയാൽ മതി, ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്, പക്ഷേ ഫോണില്ലാതെ ഇനി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, അതില്ലാത്തത് കൊണ്ട് ബാലേട്ടനെ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്, അത് കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ അലീന പറയുന്നുണ്ട്, ഞാനത് ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഞാൻ എടുത്തുകൊണ്ട് തരാമെന്ന്. അങ്ങനെ അലീന ഫോൺ എടുക്കാനായിട്ട് അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പം പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ, ഞാനേ പോകുന്നുള്ളൂ, സുലോചന ഇവിടെ കാണും നിങ്ങളുടെ കൂടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും വരാനും പോകാനും ഒന്ന് അന്വേഷിക്കാനും ഇവർ രണ്ടുപേരേ ഉള്ളൂ. അപ്പം അലീന ഫോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അടുക്കളയിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ അവർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെക്കാനായിട്ട് സുലോചന അടുക്കളയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് ഗോവർദ്ധൻ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്ന് ഇത്തിരി ഒരു പ്രമോ കാണിച്ചിട്ടുണ്ട്. ആ പ്രമോയിൽ മനു പോയി വൈജയന്തി കാണുന്നതാണ് കാണിക്കുന്നത്. അന്നേരം വീട്ടിൽ ദുരിതമൊക്കെ പറയുവാണ് വൈജയന്തി. അന്നേരം മനു പറയുന്നുണ്ട്, ഇതിനേക്കാൾ സങ്കടം അനുഭവിക്കുന്ന, ഇതിനേക്കാൾ മനസ്സ് നീറി പുകയുന്ന വേറെ ഒരു അച്ഛനും അമ്മയുണ്ട്. ആരാന്നറിയാമോ? ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. അവരുടെ വിഷമത്തിന് അത്രയും വരത്തില്ലല്ലോ എന്നിങ്ങനെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിയോട്. അഹങ്കാരത്തിന് ഒരു തരി കുറവില്ല ആ സാധനത്തിന്. അത് കഴിഞ്ഞ് ബബിതയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ബബിതയോട് പറയുവാണ്, നമ്മുടെയും നല്ല കുടുംബമായിരുന്നു, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു, അത് നശിച്ചത് അവൾ ഒറ്റ ഒരുത്തി വന്ന് കയറിയതിന് ശേഷമാണ് ആ അലീന എന്ന് പറഞ്ഞ് ബബിതയോട് സംസാരിക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.